തൊട്ടൂരും നെഞ്ചിലോരോമൽ പാട്ടുമായി മുൻപിൽ വന്നതാണു ഞാൻ. എന്നും എന്നുള്ളിൽ തിരിനീട്ടി നിൽക്കും അഴകേ. You're my destiny. ഞാൻ അറിയാവുന്നൊരു പാട്ട്. ക്ലാസ് ഒക്കെ എടുക്കാട്ടോ, അല്ലെങ്കിൽ എങ്ങനെ പാട്ട് പാടുന്നൊക്കെ ക്ലാസ് തരാറൊന്നുമില്ലേ? പാട്ട് ക്ലാസ് ഇന്ന് രാവിലെ ഒരു ക്ലാസ് അതോടെ ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു രാവിലെ ഇന്റർവ്യൂവിന് പോവാ, മേലെ ഇന്റർവ്യൂ എടുക്കും. ശരിക്കും അത്തരം അങ്ങനത്തെ ക്ലാസ്സാണ് കിട്ടാറ്. ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഉപകാരമുള്ള ക്ലാസ് ഒക്കെ വാങ്ങും, പാട്ട് ക്ലാസ് ഒക്കെ. ബാക്കി ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് വേറെ ക്ലാസ് ഒന്നും ഇല്ല, ബാക്കി ക്ലാസ് ഒക്കെ അത് ഉണ്ട്. ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല. നീ എവിടെ ക്ലാസ്സിന് പോയിട്ടാ ബിഗ് ബോസിൽ പോയെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, എന്റെ ഭാഗത്തേക്കല്ല. നീ പോയ സ്പീഡിൽ തന്നെ വന്നായിരുന്നു. അതെ, ദേ പോയി. ആ. അവിടെ കൊറേ സമയം നിന്നിട്ടാവുന്നത്. ഇതൊക്കെ ലാസ്റ്റ് ഫൈനലിസ്റ്റ് ആയിരുന്നു. Finalist, yeah. ഞാൻ പോണ പൂജ വോട്ടിംഗ് എന്ന് പറഞ്ഞ എടുത്ത കഴിയുന്ന അപ്പോൾ ഞാൻ വോട്ട് എന്ന് പറയുമ്പോഴും ഇതാ വരുന്നത്. ഒരു വോട്ട് വോട്ട് പോയി ചേരല, അതും കൂടെ ആവുകയാണ്. അത് മനുഷ്യന്റെ അവസ്ഥയാണ്. നീ പോകുന്നവൻ എന്റെ അടുത്ത് ഒരു ക്ലാസ് എടുത്തിട്ട് പോയി പറഞ്ഞു തന്നെ. അല്ല, ധ്യാൻചന്ദ്രന്റെ ബിഗ് ബോസ് പോകാൻ ആഗ്രഹമുണ്ടോ? അതിന്റെ ആവശ്യം എന്ത് ചെയ്യും? ആര് ഞാനോ? ഇല്ല, ധ്യാൻചേട്ടൻ പറ, എങ്ങനെ ഉണ്ടാവും? സർവൈവ് ചെയ്യോ? ധ്യാൻ ഓഫ് കോഴ്സ് പിന്നെ 100 ദിവസം സർവൈവ് ചെയ്യും. വിളിച്ചാ പോവും. ബിഗ് അതിനുള്ള ബോസ് സമയമില്ല. ഫോൺ എടുക്കണ്ടേ? ബിഗ് ബോസിനോട് എനിക്ക് ഡേറ്റ്സ് ഇല്ല, സോറി. അല്ല, അത് ഞാൻ അവിടെ നിന്ന് ഒരു ക്യാമറ ഉണ്ടല്ലോ, അത് ആരും കൂടെ വെച്ചിട്ട് ഒരു പടമായിട്ട് ബിഗ് ബോസ് പറഞ്ഞത് 50 ക്യാമറ 50 കഥ. 50 പടം ഷൂട്ട് பண்ணி வச்சிருக்காங்க. ഇൻട്രസ്റ്റിംഗ് പടം റിലീസ് யாரும் வரைக்கும் சொல்லாத எனக்கு எந்த சீசன்ல இப்பலாம் பேசலாம் பிக் பாஸ் இவ்ளோ இடங்கள்ல நடக்குது, ஒரு ஆளு கூட இப்படி இந்த மாதிரி சொல்லுது. பேசுறாங்க. அங்கேயே படம் ஷூட் பண்ணி കമൽ സാർക്ക് அந்த ഐഡിയ അത് ചിലപ്പോ പുതിയൊരു തോട്ടായിട്ട് അതെ വേറെ 100 ദിവസം നിൽക്കല്ലേ, 100 ദിവസം നിൽക്കുന്നതിനിടെ നിങ്ങൾക്ക് ഇടക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഒരു സിനിമ സിനിമ